അയ്യോ ഞാൻ വന്നതില് നന്നായിണ്ട്. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഐ എം ലക്ഷ്മി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റൂമിൻ്റെ ക്ലീനിങ് ആണ്. അതിനു മുമ്പ് നമ്മുടെ റൂം എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കണ്ടേ? ഇങ്ങനെയാണ് നമ്മുടെ റൂം ഇരിക്കുന്നത്. ഭയങ്കര മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഒരുപാട് ഡ്രസ്സുകൾ, പുസ്തകങ്ങൾ, ലാപ്ടോപ്പ്, വിരി, പുതപ്പ് ഇതൊക്കെ ആകെ മിക്സ് ആക്കിയിട്ടാണ് ഇപ്പം എൻ്റെ റൂമിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ഇത് മനഃപൂർവ്വം അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ കറക്റ്റ് എപ്പോഴും ക്ലീൻ ചെയ്യാൻ മീൻസ് ഞാൻ ആഴ്ചയിലൊരിക്കൽ റൂം ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ ഇതൊരു ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല, ഇത് ജസ്റ്റ് മെസ്ഡപ്പ് ആയതൊന്ന് ഒതുക്കി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫുള്ള് ഈ ബെഡൊക്കെ എടുത്ത് മാറ്റി, വിരിയൊക്കെ എടുത്ത് മാറ്റി അവിടെ ഫുള്ളടിച്ച് തുടച്ച് അങ്ങനെയൊക്കെയാണ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് നമ്മുടെ മെസ്സായിട്ടുള്ള സാധനങ്ങൾ ഒതുക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങളെങ്ങനെയാണ് റൂമൊക്കെ ക്ലീൻ ചെയ്യണത്? എപ്പോഴൊക്കെയാണ് ക്ലീൻ ചെയ്യണത്? അതുപോലെ ഞാൻ ഭയങ്കര ക്ലീനാക്കി കൊണ്ടു നടക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ഞാൻ ആഴ്ചയിലൊക്കെയാണ് ക്ലീൻ ചെയ്യുക. അതുപോലെ ഭയങ്കര മെസ്സിയും അല്ല. എനിക്കാണെങ്കിൽ ക്ലീൻ ആവണം, അതുപോലെ ഭയങ്കര പെർഫെക്ഷനും ആവശ്യമില്ല. ഞാനൊരു മീഡിയത്തിൽ പോകുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ഈ ഒരു കൂളറിൻ്റെ മേലെ എപ്പോഴും ഇതുപോലെ ഡ്രസ്സുകൾ വരാറുണ്ട്. കാരണം ഞങ്ങൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ വന്നിട്ട് മാറിയിടുന്നത് ഇതിൻ്റെ മേലെ ആയിരിക്കും. കാരണം വേറെ ഒരു ഹാങ്ങർ പോലത്തെ ഒരു സംഭവം ഇല്ല. പിന്നെ നമ്മുടെ ഡ്രസ്സ് വയ്ക്കുന്ന ഏരിയ ഒക്കെ അത്യാവശ്യം ഡ്രസ്സ് കൊണ്ട് സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ പോയി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേർപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളൊന്ന് ഹാങ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മടക്കിയും വെക്കില്ല, ജസ്റ്റ് അതുമ്മേ ഇടും. അതിപ്പോൾ ഇങ്ങനൊരു ശീലമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഈ ഡ്രസ്സുകളിൽ നിന്ന് എനിക്ക് അലക്കാനുള്ളത് ഏതാണ്, അതുപോലെ വേറെ തടത്തുണികളുണ്ട് അവിടെ, പിന്നെ എടുത്ത് വെക്കേണ്ട തുണികളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സെഗ്രിഗേറ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ആരും പേടിക്കണ്ട, അത് കുഞ്ഞൻ ജോലി കഴിഞ്ഞ് വന്നതാണ്. ഞാനാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഡോറ് കുറ്റിയിടാതെ ഇവിടെ ഭയങ്കര ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വന്ന സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യണത്. കുഞ്ഞൻ വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി, ചീരത്തോരൻ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി, മുട്ട ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കി, ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന്, അതായത് കുഞ്ഞിനെ ഉറങ്ങി. അപ്പോൾ ആ സമയത്തൊന്നും റൂമിലിരുന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഉറങ്ങി എണീറ്റ് ആൾ ജോലിക്ക് പോയതിന് ശേഷം ഞാൻ പിന്നെയും ക്ലീനിങ് തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനൊരു പ്രോ ക്ലീനറൊന്നും അല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ടിപ്സ്, ട്രിക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. കാരണം അതെനിക്കും അതുപോലെ തന്നെ അത് വായിക്കുന്ന മറ്റ് ഉള്ളവർക്കും അത് ഭയങ്കര ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ, ഇത് നമ്മുടെ റൂമിലത്തെ വേസ്റ്റ് ബാസ്ക്കറ്റാണ്. ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് നിറഞ്ഞു. അപ്പോൾ ഞാനതൊരു കവറിലാക്കി വേറൊരു പുതിയ കവറ് ഇടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് വണ്ടികളൊക്കെ വരും, പക്ഷെ ആ സമയത്ത് അവൈലബിൾ ആയിട്ട് ഇരിക്കില്ല. അപ്പോൾ ആൾക്കാരുണ്ടായിരിക്കില്ല, അവർ പല സമയത്തായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞാൻ ഈ കബോർഡ് ക്ലീൻ ചെയ്യാൻ വന്നു.
വന്നു. ഈ കബോർഡിൻ്റെ ഉള്ളിൽ ഒരുപാട് പാറ്റക്കുട്ടന്മാരുണ്ടായിരുന്നു. അവരിനെയൊക്കെ നമ്മൾ ഇന്നലെ കൊന്നു കളഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരുന്നു ഈ സാധനങ്ങൾ, ഈ ബുക്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ കൊന്ന സമയത്ത് നമ്മൾ കുറേ ഹിറ്റൊക്കെ എടുത്ത് അടിച്ച കാരണം അവിടെ ഫുള്ളാകെ മെസ്സായി. പിന്നെ കുറേ പാറ്റക്കുട്ടികളുടെ ഡെഡ് ബോഡികളും ഒക്കെ ആയിട്ട് നമ്മൾ അപ്പം പിന്നെ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ അവിടുത്തെ മെസ്സൊക്കെ ക്ലീൻ ചെയ്യാണ്. കറക്റ്റ് സാധനങ്ങൾ കറക്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. ഈ ഒരു മഞ്ഞ പെട്ടിയാണ് എൻ്റെ മേക്കപ്പ് ബോക്സും എൻ്റെ ജ്വല്ലറി ബോക്സും എല്ലാം. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ലിപ്സ്റ്റിക്ക്, ഐലൈനർ, അതുപോലെ കമ്മൽ, അങ്ങനെ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലാണ് ഗൈസ്. ഇവിടെ അത്ര വലുതായിട്ടൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യാനില്ല. എന്നാലും എന്താ പറയുക, ഞാൻ കറക്റ്റ് സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും വെക്കുകയാണ്. നിങ്ങളൊരു മെസ്സി ആളാണ്, നിങ്ങൾക്ക് റൂം ക്ലീൻ ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾ ആ മെസ്സിൽ തന്നെയാണ് ദിവസവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മളുടെ മനസ്സും നമ്മുടെ റൂമും നമ്മളുടെ ഈ ഒരു മെസ്സിനെസ്സും ഒരുപാട് കോറിലേറ്റഡ് ആണ്. അതായത് ഇതൊക്കെ നമ്മളുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു കാര്യമില്ലാതെ നമുക്ക് പല നെഗറ്റീവ് തോട്ട്സ് വരുവാനും മൂഡ് സ്വിങ്സ് ഉണ്ടാവാനും ഒക്കെ ഒരുപാട് കാരണം ഉണ്ടായിരിക്കും. സോ അപ്പോൾ തന്നെ എഴുന്നേറ്റ് നമ്മളുടെ ഫുൾ സർക്കംസ്റ്റൻസസ് ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ മൈൻഡിന് ഒരു പോസിറ്റിവിറ്റി തരുന്നതാണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അങ്ങനെ തുടരുന്ന ഒരാളാണ്, നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ പോലും നിങ്ങളൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, ക്ലീൻ ചെയ്ത് നോക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് എന്തായാലും തീർച്ചയായാലും എന്നോട് പറയാം. ഇനി അങ്ങനെ അല്ലാത്ത ആളുകളാണ്, നിങ്ങൾ എപ്പോഴും നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുന്നവരാണെങ്കിൽ ദാറ്റ്സ് വെരി ഗുഡ്. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സമയം വെറുതെ ഇരുന്നു. അതായത് കുറച്ച് ബുക്സൊക്കെ വായിച്ച് വെള്ളമൊക്കെ കുടിച്ച് ശാന്തമായി കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ റൂം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇപ്പോൾ ഞാൻ തന്നെ എന്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിലും, അത് റൂമായിക്കോട്ടെ, കിച്ചണായിക്കോട്ടെ, ഹോളായിക്കോട്ടെ, എന്ത് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. കാരണം എനിക്കെന്തോ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരാറുണ്ട്. എനിക്ക് പിന്നെയും നോക്കുമ്പോൾ ഭയങ്കര പ്രൗഡാവാറുണ്ട്, ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ റൂം ഇപ്പോൾ കാണാൻ? പണ്ടത്തേക്കാളും അടിപൊളിയല്ലേ?